ഈശോ മിശിഹായ്ക്ക് സ്തുതിയായിരിക്കട്ടെ. പ്രിയ സഹോദര സഹോദരി, ഇന്ന് ഈശോയുടെ തിരുഹൃദയ തിരുനാൾ ദിവസമാണ്. എനിക്ക് തിരുഹൃദയ തിരുനാളിൻ്റെ എല്ലാവിധ മംഗളങ്ങളും ഏറ്റവും സ്നേഹത്തോടു കൂടി നേരുകയാണ്. ഈ ഹൃദയത്തിനൊരു പ്രത്യേകതയുണ്ട്. അത് നിനക്ക് വേണ്ടി ജ്വലിക്കുന്ന ഹൃദയ, നിനക്ക് വേണ്ടി മുറിക്കപ്പെട്ട ഹൃദയ, നിന്നെ സ്നേഹിക്കുന്ന ഹൃദയ. ആ മുറിപ്പാടുകൾ നിന്നെ ഓർമ്മപ്പെടുത്തുന്ന, നിന്റെ ജീവിതത്തിൻ്റെ കുറവുകളും പോരായ്മകളും നോക്കാതെ, നീ എത്രത്തോളം അകന്നുപോയി എന്നൊക്കെ നോക്കാതെ നിനക്ക് വേണ്ടി ജ്വലിക്കുന്ന ഹൃദയം. വിശുദ്ധ ലൂക്കാ അറിയിച്ച സുവിശേഷം 15-ാം അധ്യായം 7-ാം വാക്യം ഇപ്രകാരമാണ് പറയുക: അതുപോലെ തന്നെ അനുതാപം ആവശ്യമില്ലാത്ത 99 നീതിമാന്മാരെ കുറിച്ച് എന്നതിനേക്കാൾ അനുതപിക്കുന്ന ഒരു പാപിയെക്കുറിച്ച് സ്വർഗത്തിൽ കൂടുതൽ സന്തോഷമുണ്ടാവും എന്ന് ഞാൻ നിങ്ങളോട് പറയുന്നു. കാണാതെ പോയ ആടിൻ്റെ ഉപമ പറഞ്ഞിട്ട്, കാണാതെ പോയ ആടിനെ ഓർത്ത് സന്തോഷിക്കുന്ന ഇടയനെ കാണിച്ചിട്ട് ഈശോ പറയാണ്, അനുതാപം ആവശ്യമില്ലാത്ത 99 നീതിമാന്മാരെക്കാൾ ഉപരിയായിട്ട് അനുതപിക്കുന്ന ഒരു പാപിയെക്കുറിച്ച് സ്വർഗത്തിൽ സന്തോഷം ഉണ്ടാവും. ഒരാൾ പാപം ചെയ്തു പോയി, ഒരാൾ ജീവിതം മോശമായി എന്ന് പറഞ്ഞ് കർത്താവ് വിട്ടുകളയില്ല എന്ന് പറയുക. ആ കർത്താവ് നിനക്ക് വേണ്ടി സ്വർഗത്തിലൊരു ഉത്സവം ഉണ്ടാക്കുന്ന പറയുക. അത്രത്തോളം സ്നേഹിക്കുന്ന, കരുതുന്ന ഒരു ഹൃദയമാണ് ഈശോയുടെ ഹൃദയം എന്ന് പറയുക. ഈ ഹൃദയം അനുഭവിക്കുവാനായിട്ട്, ഈ ഹൃദയത്തിലേക്ക് നിന്നെ തന്നെ സമർപ്പിക്കുവാനായിട്ട് നിനക്ക് സാധിക്കട്ടെ. നമുക്ക് പ്രാർത്ഥിക്കാം. കണ്ണുകളടച്ച് ഒന്ന് കരങ്ങൾ കൂപ്പാം. നല്ലവനായ കർത്താവേ, നിന്നെ ഞങ്ങൾ ആരാധിക്കുന്നു, സ്തുതിക്കുന്നു, മഹത്വപ്പെടുത്തുന്നു. ഈശോയെ, നിനക്ക് വേണ്ടി ജ്വലിക്കുന്ന ഒരു ഹൃദയം അത് ഈ വ്യക്തിക്ക് നീ നൽകണമേ. നീ ഈ വ്യക്തിക്ക് വേണ്ടി മുറിവേറ്റല്ലോ, ഈ വ്യക്തിക്ക് വേണ്ടി നിന്റെ ഹൃദയത്തെ പിളർത്തിയല്ലോ. അതിൻ്റെ സ്മരണ ജീവിതത്തിൽ എപ്പോഴും കൊണ്ടു നടക്കുവാൻ ഈ വ്യക്തിക്ക് സാധിക്കട്ടെ. ഇന്നത്തെ ദിവസം അനുഗ്രഹിക്കപ്പെട്ടു എന്ന് പ്രാർത്ഥിക്കുന്നു. ഇപ്പോഴും എപ്പോഴും എന്നേക്കും. ആമേൻ. അങ്ങേ പോലൊരു ദൈവമില്ല. ഉന്നതന്നി അത്യുന്നതന്നി അങ്ങേ പോലൊരു ദൈവമില്ല. അത്ഭുതവാ അതിശയവാ നീ മാത്രമേ ദൈവം.